ഹലോ, ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം നെയ്യ് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു, ഉറച്ച നെയ്യാണ്. നെയ്യൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം, ശകലം അണ്ടിപ്പരിപ്പ്. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാം. അല്പം നെയ്യ് ബാക്കി ഉണ്ടാകുന്നുള്ളൂ. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടി വന്നു കഴിയുമ്പോൾ കടുകൊക്കെ ഏകദേശം പൊട്ടിക്കഴിഞ്ഞു. ഇനി അതിലേക്ക് അല്പം ഇഞ്ചി കുരു നരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അല്പം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് വാടി. ഇനി മുളക് മുറിച്ചിട്ട് കൊടുക്കാം. 2 പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ട്. മുളക് ഉണക്കായിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഏകദേശം വരണ്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം പച്ചമുളക്, 2 പച്ചമുളക് നുറുക്കിയതാണ്, അതിട്ട് കൊടുക്കാം. ഒപ്പം തന്നെ അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇടാൻ പോകുന്നത് ഒരു ചെറിയ ബീറ്റ്റൂട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഗ്രേറ്റ് ചെയ്തേച്ച് ഞാനൊന്ന് കഴുകി പിഴിഞ്ഞെടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ വെറൈറ്റി. നമ്മൾ ക്യാരറ്റൊക്കെ ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ബീറ്റ്റൂട്ട് തന്നിട്ട് നോക്കാം. നമുക്ക് നല്ലതാണ്, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് അടിപൊളിയാണ്. ബീറ്റ്റൂട്ട് ഒന്ന് വാടുന്നത് നമുക്ക് ഇളക്കി കൊടുക്കാം. അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് അതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അത്രയും മതിയാവും. നല്ല മണമൊക്കെയാണ് വരണത് ഇപ്പോൾ. കാരണം നെയ്യ് ഒഴിച്ചത് അല്പം ബാക്കിയുണ്ടായിരുന്നു. അതിലേക്കാണ് നമ്മൾ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് ഉണ്ടാക്കിയത്. ആ നെയ്യുടെ മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. നല്ല ഇതായിട്ട് വരുന്നുണ്ട്. നല്ല മണം ഉണ്ടാകും. എപ്പോഴെങ്കിലുമൊക്കെ എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി സാധനമാണ്. ഉപ്പുമാവ് വല്ലപ്പോഴൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണ്ടേ. ഇനി നമുക്ക് അതിലേക്ക് അല്പം തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ചെറിയത്. ഫ്രിഡ്ജിലിരുന്ന തേങ്ങയാണ്, അത് കാരണം കൊണ്ട് കട്ടയുണ്ട്. അതൊക്കെ ഇപ്പോൾ ഉടഞ്ഞ് ശരിയായിക്കോളും. ഉപ്പൊക്കെ ഉണ്ട്. ബീറ്റ്റൂട്ട് വെന്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള റവ, നമുക്ക് ആവശ്യമുള്ള റവ ഇട്ട് കൊടുക്കാം. ഇത് വറുത്ത റവയാണ്, എന്നാലും ഞാൻ ഇതിലേക്കിട്ടൊന്ന് ഇളക്കുവാണ്. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. കാരണം കഴിക്കാൻ ഞങ്ങൾ ഒരുപാട് പേരില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം. നിങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കാം.
തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കിടന്ന് ഒന്നുകൂടെ റവയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂട് പിടിച്ചു. ഇനി നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് ഇളക്കാം. എണ്ണയിലും തേങ്ങയിലൊക്കെ കിടന്നൊന്നും അങ്ങോട്ട് മൊരിയുമ്പോൾ നല്ലൊരു മൊരിമൊരിച്ചിലായിട്ട് കിട്ടും നമുക്ക്. ഇനി ഞാൻ ഉപ്പം വെള്ളം വെച്ച് തിളച്ച വെള്ളമുണ്ട്. തിളച്ച വെള്ളം അതിലേക്ക് കുറേശ്ശെ നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഒഴിച്ചു കൊടുത്ത് ഇളക്കാം. കുറേശ്ശെ ഒഴിക്കാം. ബീട്രൂട്ട് നല്ല ചുവന്ന ബീട്രൂട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് കഴുകിയെടുത്തത്. നിറം കുറഞ്ഞ വെളുപ്പ് നിറം കൂടെ കൂടിയ ബീട്രൂട്ട് ഉണ്ടല്ലോ, അതാണെങ്കിൽ പിഴിഞ്ഞൊന്നും കളയണ്ട, പാകത്തിന് കളറൊക്കെ ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഇച്ചിരി നല്ല ചുവന്നതായിരുന്നു, അത് കാരണം കൊണ്ടാണ് ഞാൻ ഒന്ന് കഴുകിയെടുത്ത് കളഞ്ഞത്. അതെ, നല്ല കളറായിട്ട് നല്ല ഭംഗിയിൽ വന്നിട്ടില്ലേ. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള നല്ല പൊടിയായിട്ടിരിക്കും നല്ല സൂപ്പർ ഉപ്പുമാവ് ഇവിടെ റെഡിയാണ്. പൊടിയായിട്ടിരിക്കുന്നത് ഉപ്പുമാവാണ്. അത് ഒരു വെറൈറ്റി ആരാ ഇഷ്ടപ്പെടാത്തതല്ലേ. നല്ല കളറ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാൻ പഴം കൂട്ടിയാണ് കഴിക്കുന്നത്. പഴം കൂട്ടിയോ കറി കൂട്ടിയോ എങ്ങനെയാണെങ്കിലും നമുക്കിത് കഴിക്കാം. നല്ല ഉപ്പുമാവ്, നല്ല ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ.